ഇന്ത്യയിലായാലും വിദേശത്തായാലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് ഫോർജറി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യനേക്കാൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഫോറിൻ കൺട്രീസിലെ മെയിൻലി മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ അറിയപ്പെടുന്നത്, അതിനുവേണ്ട പണിഷ്മെന്റ് കിട്ടുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റോ ഈവൻ ലീഗൽ ഡോക്യുമെന്റ് പോലും ഫോർജറി ചെയ്യാൻ, അതായത് ഫേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഏജൻസീസും അതിനുള്ള ആളുകളും എല്ലായിടത്തും അവൈലബിൾ ആണ്. UAE ഫോർജറി ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. ഇനി ഏതെങ്കിലും ലീഗൽ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ, അതായത് പാസ്പോർട്ട്, വിസ ഇങ്ങനെയുള്ള കാര്യത്തിലാണ് ഈ ഒരു ഫോർജറി കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 10 years വരെ ഇംപ്രിസൺമെന്റും പ്ലസ് പെനാൽറ്റിയും കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഏതെങ്കിലും കമ്പനി റിലേറ്റഡ്, അതായത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ CV വരെ എന്തെങ്കിലും ഫേക്ക് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് കമ്പനിക്ക് അവകാശമുണ്ട്. മാത്രമല്ല ഇനി അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷനോ പെനാൽറ്റിയോ ഒക്കെ അവർക്ക് പറയാം. ഇല്ലെങ്കിൽ ലീഗലായിട്ടുള്ള പണിഷ്മെന്റ് നേരിടാനും നമുക്ക് ബാധ്യതയുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഫേക്ക് ചെയ്യാനായിട്ട് നോക്കുക. ആ ഒരു പ്രവൃത്തി നമ്മുടെ ലൈഫ് ടൈം ബാനിന്, അതായത് ലേബർ ബാനൊക്കെ ഇടയാകും എന്നുള്ള കാര്യം ഓർക്കുക.